ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ അതുപോലത്തെ ബോക്സ് ഉണ്ടാക്കലാണ്. സോ എന്തായാലും ബോക്സ് റെഡി ആക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോക്സുകൾ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാർസൽ വന്നിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കും കുക്കുംബറൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കണം. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കും കുക്കുംബറും നമ്മൾ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണികളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഹാർവെസ്റ്റിംഗ് ആണ്. സോ നമുക്ക് കുറച്ച് യെല്ലോ റോസ് നിൽപ്പുണ്ട്, പിന്നെ നമുക്ക് റൊമൈൻ ഉണ്ട്, ബട്ടർ ഹെഡ് ഉണ്ട്, അവിടെ നിൽക്കുന്ന നമ്മുടെ സ്വിച്ച് ചാർഡ് ഉണ്ട്. സോ എന്തായാലും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. നല്ല അടിപൊളിയായി നിൽക്കണ യെല്ലോ റോസ് ആണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, ഹാർവെസ്റ്റിന് ശേഷം നമ്മൾ മൈക്രോ ഗ്രീൻസ് പാക്ക് ചെയ്ത് ഇതേ ഓരോ വെറൈറ്റി മാറ്റി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത യെല്ലോ റോസ, റൊമൈൻ, പിന്നെ നമ്മുടെ സ്വിച്ച് ചാർഡ്, പിന്നെ അതേ അവിടെ സാറ് കീയിൽ കെട്ടുന്നുണ്ട്. പിന്നെ അതേ അതിന് ശേഷം നമ്മുടെ ഡെലിവറി ചേട്ടൻ വന്ന് നമ്മുടെ ബോക്സുകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. സോ അങ്ങനെ ചേട്ടൻ പോയി. അതിന് ശേഷം നമുക്ക് അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് നമുക്ക് ADA SHM ഒക്കെ നമുക്ക് 5 പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഡെലിവറി സംഭവം ഉണ്ടായി നിങ്ങൾ കണ്ടല്ലോ. സോ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഏരിയയിലുള്ള 2 ബ്ലോക്കിലുള്ള അഗ്രികൾച്ചർ ഓഫീസർമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ADA വന്നു, SHM വന്നു, AO വന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ 5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നമ്മുടെ ഫാം കണ്ട് സബ്സിഡിയുടെ കാര്യത്തിന് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. സോ വന്ന് സബ്സിഡിയുടെ കാര്യം നോക്കൽ മാത്രമല്ലാണ്ട് അവർ നമ്മുടെ ഫാം കണ്ട് അവർ ഭയങ്കര ഇമ്പ്രസ്ഡായി, സംഭവം അടിപൊളിയായിട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നല്ല അടിപൊളി അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ആയിരുന്നു. ഗവൺമെൻറ് സ്റ്റാഫെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അവർ മാക്സിമം നമുക്ക് സബ്സിഡി എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ എടുത്തു തരാൻ പറ്റുന്ന രീതിയിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് സംസാരിച്ച് നമുക്ക് മാക്സിമം സബ്സിഡി മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബ്ലോക്കിൽ ഫണ്ടിങ് പോരാ, അപ്പോൾ അപ്പുറത്തെ ബ്ലോക്കിൽ നിന്നൊക്കെ ഫണ്ട് എടുത്ത് നമുക്ക് സബ്സിഡി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞേക്കണം. സോ ഇതാണ് നമുക്ക് ഇന്ന് ബഹുലമായ സംഭവം നടന്നത്. സോ ഗൈസ്, ഇനിയിപ്പോൾ ബാക്കി വീട്ടിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ പറമ്പിൽ എലി കയ്യേറാൻ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഗൈസ്. ഉള്ള കാരണം എവിടെയൊക്കെ ഉണ്ടോ മണ്ണൊക്കെ ഇളക്കി മറച്ചിട്ടേക്കാണ്. ഇന്നലെ മഴ പെയ്തൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതേ മൊത്തം ഇളക്കി മറച്ചിട്ടിട്ടുണ്ട്. സോ സംശയിക്കണേൽ തെറ്റില്ല. പിന്നെ അതേ അവിടെ ജാതിയുടെ കടയ്ക്ക് മാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കെണി വയ്ക്കാൻ പോവുകയാണ്. ആരും എൻ്റെ പറമ്പിൽ ഞാനല്ലാതെ കയറണ്ട. അതുകൊണ്ട് നമ്മൾ പിടിക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ കേടായ ഒരു തേങ്ങ കുത്തൻ്റെ പീസെടുത്ത് ഇങ്ങനെ എലിക്കണിയിൽ വെച്ച് കൊടുക്കുകയാണ്. സോ അത് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പം നമ്മൾ എലിക്കുള്ള കെണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എലിക്കണി സെറ്റ് ചെയ്യൽ ഹൈലി പ്രൊഫഷണൽസിന് മാത്രം പറ്റുന്ന പണിയാണ്. ഈ ഹൈലി റിസ്ക്കിയാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹൈലി റിസ്ക്കിയാണ്. എങ്ങാനും മിസ്സായതിനെ കയ്യിൻ്റെ പീസായിട്ട് കിട്ടും. മമ്മി പറയുന്നത് പെഴിച്ചാരിയാണെന്നാണ്, പക്ഷേ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് പെഴിച്ചാരിയായിട്ട് തോന്നുന്നില്ല. പെഴിച്ചാരി ആണെങ്കിൽ വലിയ കുഴികൾ ഉണ്ടാവേണ്ടതാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഒന്നെങ്കിൽ പെഴിച്ചാരിയുടെ കുഞ്ഞ്, അല്ലെങ്കിൽ ആ ചെറിയ എലി അവരുടെ കോപ്രായം കാണിക്കാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. സോ എന്തായാലും പിടിക്കുകയാണെങ്കിൽ ആരാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മുടെ മെക്വിൻ ക്യൂട്ടൻ്റെ മേത്ത് കുറച്ചധികം പൊടിയുണ്ട് ഗൈസ്. സോ നമ്മളൊരു സിമ്പിൾ വാഷ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടി തുണിയൊക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ടുണ്ട്. സോ ഒരു സിമ്പിൾ വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ചെക്കനെ ഫുള്ള് കുളിപ്പിച്ച് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നാളെ പോയി വരുമ്പോഴേക്കും വീണ്ടും പൊടിയാകും, അത് വേറെ കാര്യം. എന്നാലും കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ വഴി അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും